ഇന്ന് മസ്താനിയും അതേപോലെ തന്നെ നമ്മുടെ ബിൻസിയും തമ്മിൽ നല്ലൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ബിൻസി ഔട്ടായി പുറത്ത് വന്നപ്പോൾ മസ്താനി ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ഇൻ്റർവ്യൂവിനകത്ത് ബിൻസിയെ കുറേ ട്രോളുന്ന രീതിയിൽ അല്ലെങ്കിൽ ബിൻസിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ മസ്താനി ബിൻസിക്ക് അയച്ചു കൊടുത്തപ്പം അത് ഇടരുത് അങ്ങനെ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കരുത് എന്നുള്ള രീതിയിലൊന്നും തന്നെ മസ്താനിയെടുത്ത് ബിൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നതിന് ശേഷം ഭയങ്കരമായിട്ടൊരു നെഗറ്റീവായിട്ടുള്ളൊരു ബാഡ് ഇമേജ് ബിൻസിക്ക് ഉണ്ടാവുകയും കുറേ ട്രോളുകളൊക്കെ ബിൻസിക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസ്താനി കാരണമാണെന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് തന്നെ മസ്താനി ഔട്ടായപ്പോൾ എവിക്റ്റായപ്പോൾ അതേ നാണയത്തിൽ ബിൻസി തിരിച്ച് കുറേ വീഡിയോ ഇറക്കി മസ്താനിക്കും ട്രോളുകൾ മേടിച്ച് കൊടുത്തു. എല്ലാവരും ട്രോളി മസ്താനിയെ അതിൻ്റെ കൂട്ടത്തിൽ ബിൻസിയും കൊടുത്തു. അപ്പോൾ ആ കർമ്മയാണ്. അപ്പം അതിൻ്റെ പേരും പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനാണ് മസ്താനി ബിൻസിയുടെ അടുത്തോട്ട് ചെല്ലുന്നത്. മസ്താനി ബിൻസി ഒരു തരത്തിൽ ആ ഒരു കാര്യം സോൾവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ബിൻസി ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എൻ്റെ അടുത്ത് ചെയ്തില്ലേ, ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്തു, എൻ്റെ കാര്യം നിന്നെക്കുറിച്ച് ആൾക്കാർ ഇവിടുന്ന് പുച്ഛിച്ചിറക്കി വിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ബിൻസി കുറേ പറഞ്ഞപ്പം ഒരു പരിധിയില്ലേ അത് കേട്ടോണ്ട് നിൽക്കുന്നതിന്. അപ്പോഴത്തേക്കും മസ്താനി പറഞ്ഞാൽ ഓക്കെ ഫൈൻ, ഞാനിവിടെ പറയാനുള്ളത് പറഞ്ഞു, എനിക്കിപ്പോൾ അതിനകത്ത് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഞാൻ ഇട്ടുപോയി, ഞാനത് ഡിലീറ്റും ചെയ്തു, എനിക്കതിനകത്ത് ഇനി ഒന്നും പറയാനില്ല, ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. ബിൻസിക്ക് അത് അങ്ങോട്ട് കൊണ്ട് ബിൻസി ഉടനെ മസ്താനി എവിക്റ്റ് ആയതിനെക്കുറിച്ച് ചോദിച്ച് എന്തൊക്കെയോ കിടന്ന് തുള്ളാൻ തുടങ്ങിയപ്പോൾ മസ്താനി പറഞ്ഞു, നീയും ഇവിടെ എവിക്റ്റ് ആയി പോയില്ലേ, ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ നീ പോയത്. അപ്പോഴത്തേക്ക് ബിൻസി അങ്ങ് ഇളകി, ഞാൻ ഇവിടുന്ന് മര്യാദയ്ക്ക് ചാച്ചൻ്റെ ഓട്ടോയിൽ പോയെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് അടി പോയത്, നീ എങ്ങനെ അടി പോയത്, നിന്നെ ആൾക്കാർ ഇവിടുന്ന് പുച്ഛിച്ചിറക്കി നാണം കെടുത്തി വിടുവല്ലേ, നിനക്ക് പുറത്തിറങ്ങി നിനക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടോടി എന്നൊക്കെ ചോദിച്ചിട്ട് മസ്താനിയുടെ അടുത്ത് ബിൻസി കിടന്നങ്ങ് അലമുറയിടുമായിരുന്നു. മസ്താനി മര്യാദയ്ക്ക് സോറി പറയാൻ പോയതാണ്. സോറി പറയാൻ പോയപ്പോഴത്തേക്കും ബിൻസി ഒടുക്കത്തെ ചാടിയിട്ടപ്പോഴാണ് മസ്താനി ഇത് തിരിച്ച് പറഞ്ഞത്. അങ്ങനെ പിന്നെ ബിൻസി അവിടെ കിടന്നങ്ങ് അഴിഞ്ഞാടുമായിരുന്നു. ബിൻസിയുടെ അസ് യൂഷ്വൽ, ഞാൻ വെറും തറയാണ്, കച്ചറയാണ്, പക്ഷേ ഞാൻ ഒന്നും പറയുന്നില്ല ചെയ്യുന്നില്ല, ചാച്ചൻ്റെ ഓട്ടോയിൽ പോയെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ, ചാച്ചൻ്റെ ഓട്ടോ ഓടിച്ചതിൻ്റെ അടി എന്നെ ഇവിടം വരെ എത്തിച്ചത്. അങ്ങനെ അപ്പം ശരിക്കും പറഞ്ഞാൽ മസ്താനി പറഞ്ഞൊക്കെ കറക്റ്റായിരുന്നു. മസ്താനിയെ ബിൻസിയെ പറഞ്ഞു, പക്ഷേ ആ ചാച്ചൻ്റെ ഓട്ടോയുടെ കാര്യം പറയണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ ഇച്ചിരി നെഗ്ഗായിപ്പോയി മസ്താനിക്ക്. എന്തായാലും ബിൻസിയെ നല്ല രീതിക്ക് മസ്താനി കൊളുത്തി കൊടുത്തപ്പം ബിൻസി നല്ല രീതിക്ക് തിരിച്ചഴിഞ്ഞാടാൻ തുടങ്ങി. നീ പേരും മാറ്റി പുട്ടിയിട്ടുണ്ട് നടന്നാൽ മാത്രം ശരിയാവത്തില്ലടി, നിൻ്റെ മനസ്സൂടെ ശുദ്ധിയാവണം, നിനക്ക് തലവഴി മുണ്ടിട്ടുകൊണ്ടല്ലാതെ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ, നീ പൊട്ടിക്കരയുമല്ലായിരുന്നോടി എന്നൊക്കെ പറഞ്ഞു ബിൻസി അങ്ങ് അഴിഞ്ഞാടുമായിരുന്നു. ദൈവമേ, ഇവൾക്കൊരെണ്ണം കൊടുക്കാൻ ആരുമില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ബിൻസിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടണം ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ. കുറച്ച് അഹങ്കാരം ഉണ്ട് അവൾക്ക്. മസ്താനിക്കും ചില്ലറയൊന്നും അല്ല, അവൾക്കും കുറവൊന്നുമില്ല, 2 എണ്ണം കണക്കാം.